വികാരിയച്ഛ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, ആദ്യമായി തന്നെ ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും കുടുംബ കൂട്ടായ്മ വാർഷികത്തിന്റെ മംഗളങ്ങൾ നേരുന്നു. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരാളെ കുറിച്ച് സംസാരിക്കാനാണ്. ഒരു അടിപൊളി കഥ പറയാനാണ്. നമുക്ക് എല്ലാവർക്കും ഒത്തിരി കൂട്ടുകാരുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നില്ല. നമ്മുടെ ഈശോയ്ക്കും ഉണ്ടായിരുന്നു ഒരു ബെസ്റ്റ് ഫ്രണ്ട്. യേശുവിന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ ആരാണെന്നറിയുമോ? അതാണ് നമ്മുടെ കൂട്ടായ്മയുടെ മധ്യസ്ഥനായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. ബൈബിളിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ്. ആലോചിച്ചു നോക്കൂ, എത്ര മനോഹരമായ വിശേഷണമാണല്ലേ അത്. പക്ഷേ ഈ യോഹന്നാൻ പണ്ട് വലിയ തങ്കക്കുടമൊന്നുമല്ലായിരുന്നു കേട്ടോ. യോഹന്നാനും ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. ഗലീലി കടൽ തീരത്ത് താമസിച്ചിരുന്ന സെബദിയുടെയും ശലോമിയുടെയും മകനായി മീൻ പിടിച്ച് ജീവിച്ചിരുന്ന ഒരു സാധാരണ പാവം മീൻപിടുത്തക്കാരനായിരുന്നു പുള്ളി. യേശുവിനെ ആരെങ്കിലും കളിയാക്കിയ ആകാശത്തിൽ നിന്ന് തീയിറക്കി ഇവറ്റകളെ അങ്ങ് നശിപ്പിച്ചാലോ യേശുവെ എന്ന് ചോദിക്കുന്ന തരം ചൂട്. അതുകൊണ്ട് യേശു യോഹന്നാനെ വിളിച്ച പേരെന്താണെന്നറിയുമോ? ഇടിമുഴക്കത്തിന്റെ പുത്രൻ എന്നായിരുന്നു. ഒരു ദിവസം കടൽക്കരയിലിരുന്ന് മീൻവല നന്നാക്കിക്കൊണ്ടിരുന്ന യോഹന്നാനെ നോക്കി യേശു പറഞ്ഞു, പോരുന്നോ എൻ്റെ കൂടെ? ആ ഒരു വിളി കേട്ട പാടെ വലയൊക്കെ അവിടെ ഇട്ട് പുള്ളി യേശുവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചു. അങ്ങനെയാണ് ആ വലിയ യാത്രയുടെ തുടക്കം. ഇടിമിന്നൽ പോലെ ദേഷ്യപ്പെട്ടിരുന്ന യോഹന്നാൻ യേശുവിന്റെ കൂടെ നടന്ന് ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ അപ്പസ്തോലനായി മാറി. അദ്ദേഹം പിന്നീട് ബൈബിളിൽ എഴുതി വെച്ചു, പ്രിയപ്പെട്ടവരെ, നമ്മൾ പരസ്പരം സ്നേഹിക്കുക, എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. ഈ സ്നേഹത്തിന്റെ ആഴം നമ്മൾ കാണുന്നത് എവിടെയാണെന്നറിയുമോ? യേശുവിനെ പടയാളികൾ പിടിച്ചുകൊണ്ടുപോയപ്പോൾ പേടിച്ചിട്ട് ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ പല വഴിക്ക് ഓടി ഒളിച്ചപ്പോൾ. എന്നാൽ യോഹന്നാന്റെ മനസ്സിൽ പേടിയേക്കാൾ വലുത് യേശുവിനോടുള്ള സ്നേഹമായിരുന്നു. അതുകൊണ്ട് ഒടുവിൽ കുരിശിൻ ചൂട്ടിൽ യേശു ഒറ്റപ്പെട്ടപ്പോൾ അവിടെ ഓടിയെത്താൻ യോഹന്നാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മരണവേദനയിലും യേശു താഴേക്ക് നോക്കിയപ്പോൾ കണ്ടത് തന്റെ അമ്മ മറിയത്തെയും പ്രിയപ്പെട്ട കൂട്ടുകാരൻ യോഹന്നാനെയുമാണ്. യേശു യോഹന്നാനെ വിശ്വസിച്ച് തന്റെ അമ്മയെ ഏൽപ്പിച്ചു. ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും ഇതാ നിന്റെ മകൻ എന്ന മറിയത്തോടും അവിടുന്ന് പറഞ്ഞു. ലോകത്തിന് മുഴുവൻ അമ്മയായി മറിയത്തെ യേശു സമ്മാനിച്ചത് യോഹന്നാനിലൂടെയാണ്. ആ നിമിഷം മുതൽ യോഹന്നാൻ മറിയത്തെ സ്വന്തം അമ്മയെ പോലെ വീട്ടിൽ കൊണ്ടുപോയി സംരക്ഷിച്ചു. നമ്മുടെ ഈ പാവം മീൻപിടുത്തക്കാരൻ പിന്നീട് ബൈബിളിലെ ഏറ്റവും വലിയ എഴുത്തുകാരനായി മാറി. പുതിയ നിയമത്തിലെ 5 പ്രധാന പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയത്. യോഹന്നാന്റെ സുവിശേഷം, 3 ലേഖനങ്ങൾ, വെളിപാട് പുസ്തകം തുടങ്ങിയവ. പരുന്തിനെ പോലെ ഉയരത്തിൽ ചിന്തിക്കുന്നയാൾ എന്നർത്ഥത്തിൽ ദിവ്യശാസ്ത്രജ്ഞനായ യോഹന്നാൻ എന്നും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. കത്തോലിക്ക സഭയിലെ ഈ സൂപ്പർ ഹീറോയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് എന്നാണെന്നറിയുമോ? ഓർത്തുവെക്കാൻ എളുപ്പമാണ്. ക്രിസ്മസ് കഴിഞ്ഞ് കൃത്യം 2-ാം ദിവസം, അതായത് ഡിസംബർ 27-നാണ് യോഹന്നാൻ ശ്ലീഹായുടെ ഓർമ്മ തിരുനാൾ. യേശു സ്വർഗത്തിലേക്ക് പോയതിനു ശേഷവും യോഹന്നാൻ മരണം വരെ ഈ സ്നേഹത്തിന്റെ കഥ ലോകം മുഴുവൻ പ്രസംഗിച്ചു. യേശുവിന്റെ മറ്റു ശിഷ്യന്മാരെല്ലാം കൊല്ലപ്പെട്ടപ്പോൾ യോഹന്നാൻ മാത്രമാണ് പ്രായമായി സമാധാനത്തോടെ മരിച്ചത്. റോമാക്കാർ അദ്ദേഹത്തെ ഒരു ദ്വീപിലേക്ക് നാടുകടത്തിയെങ്കിലും പുള്ളി അവിടെ ഇരുന്ന് ബൈബിൾ എഴുതിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഏകദേശം 100 വയസ്സ് വരെ ജീവിച്ചിരുന്നു. നിറഞ്ഞ സന്തോഷത്തോടെയാണ് യോഹന്നാൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. വലിയ പദവികളോ പണമോ ഒന്നുമല്ല, യേശുവിന്റെ കൂടെ ജീവിക്കുവാനും ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാനും കഴിഞ്ഞതാണ് യോഹന്നാന്റെ ജീവിതത്തിന്റെ വിജയം. നമുക്കും യോഹന്നാനെ പോലെ യേശുവിന്റെ നല്ല കൂട്ടുകാരാകാം, എല്ലാവരെയും സ്നേഹിക്കാം. വിശുദ്ധ യോഹന്നാൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്നേഹം വാക്കുകളിൽ ഒതുങ്ങരുത്, അത് പ്രവൃത്തിയിലുള്ളതായിരിക്കണം. ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുടുംബ കൂട്ടായ്മയും സ്നേഹത്തിലും സന്തോഷത്തിലും ഒരുമയിലും വളരട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും കൂട്ടായ്മ വാർഷികാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.